പത്തനംതിട്ട കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അതിദാരുണ സംഭവത്തിന്റെ തുടർച്ചയാണ്. അവിടെ കോന്നിയിൽ ആനക്കൂട്ടിൽ അപകടത്തിൽ മരിച്ച നാടിന്റെ മുഴുവൻ കണ്ണീരായ 4 വയസ്സുകാരൻ അഭിരാമിന്റെ സംസ്കാരം ഇന്ന് കടമ്പനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ ഗണേശവിലാസം സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിൽ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് സംസ്കാരം. ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ ജയശങ്കർ, ഒരു നാടിന്റെ മുഴുവൻ കണ്ണീരാണ്, ഒരു നാടിന്റെ മുഴുവൻ വേദനയാണ്, ഒരു അതിദാരുണ സംഭവം. സംസ്കാര ചടങ്ങുകൾ 1 മണിക്കാണ്. ഒരു നാടൊന്നാകെ ആ കുഞ്ഞിനെ അവസാനമായി കാണാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? അതെ വിജയകുമാർ, വളരെ വേദനയോടുകൂടി നെഞ്ചു പൊട്ടുന്ന അവസ്ഥയിലാണ് ഈ കടമ്പറ്റുകാർ അഭിരാമിൻ്റെ ഈ വീട്ടിലേക്ക് വരുന്നത്. 4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ അവധിക്കാലമൊക്കെയാണ്, അപ്പോൾ വലിയ തോതിൽ ആഘോഷങ്ങളും ഒക്കെ നടക്കേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിൽ ആനക്കൂട്ടിൽ അപകടത്തിൽ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അഭിരാം പഠിച്ച അടുത്ത സ്കൂളിൽ ഉൾപ്പെടെ പൊതുദർശനം നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ അവസാനമായി അഭിരാമിനെ ഒരു നോക്ക് കാണാൻ എത്തിച്ചേർത്തുണ്ട്. അത്രമാത്രം വേദന കലർന്നൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. നമ്മൾ പല മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് വൈകാരികമായി ഹൃദയഭേദകമാകുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് ഈ വീട്ടുമുറ്റത്ത് കാണാനുള്ളത്. കാരണം അച്ഛനമ്മമാരുടെ ഏക സ്വപ്നമായിരുന്നു, ഏക പ്രതീക്ഷയായിരുന്നു അവരുടെ മകൻ അഭിരാം എന്നത്. ആ പ്രതീക്ഷയാണ് അമ്മയുടെ കൺമുന്നിൽ വെച്ച് കോന്നിയിൽ ആനക്കൂട്ടിൽ നഷ്ടമായത്. വലിയ ഒരു വേദന കുടുംബത്തിനുണ്ട്. ഒപ്പം തന്നെ വലിയ തോതിൽ ആഘോഷ സമയത്താണ് ഇത്തരത്തിലൊരു മരണം എന്നതും കുടുംബത്തെ വലിയ ഞെട്ടലുണ്ടാക്കുന്നു. എന്തായാലും നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ അഭിരാമിനെ അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയൊരു ജനത്തിരക്ക് ഇവിടെയുണ്ട്. വളരെയധികം ഹൃദയഭേദകമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഈ വീട്ടുമുറ്റത്തുള്ളത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവിചാരിതമായാണ് വീട്ടിലേക്ക് മരണം കടന്നു വരുന്നത്. അത്രമാത്രം അവധി ദിവസത്ത് ആഘോഷമാക്കി അമ്പലത്തിൽ ദർശനം നടത്തി കുറച്ച് ആനന്ദത്തിന് വേണ്ടിയാണ് ആനക്കൂട്ടിലെത്തുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് തൂൺ ഇടിഞ്ഞു വീണ് അഭിരാമിന് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ജീവൻ രക്ഷിക്കാമെന്നൊരു പ്രതീക്ഷ അമ്മയ്ക്കുണ്ടായിരുന്നു. ആദ്യം അമ്മ നമ്മളെ കണ്ടപ്പോൾ മകന് കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ മരണ വിവരം ഉൾപ്പെടെ പുറത്തു വരികയും അത്രമാത്രം ഈ മരണം നടന്ന ആദ്യ മണിക്കൂർ മുതൽ നമ്മൾ ഇവരെ കാണുന്ന അത്രമാത്രം അവർ വേദനയിലാണ്. എന്തായാലും അഭിരാമിൻ്റെ ഭൗതികദേഹം നിലവിൽ പൊതുദർശനത്തിന് വേണ്ടി വീട്ടിൽ വെച്ചിരിക്കുകയാണ്. 1 മണിയോടുകൂടി തന്നെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കുഴി ഉൾപ്പെടെ നിലവിൽ വീട്ടുവളപ്പിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരച്ഛനമ്മയുടെയും ഏക പ്രതീക്ഷയായിരുന്നു ആ മകനെയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു ദുഃഖമെല്ലാം അവർക്കുണ്ട്. അത്തരത്തിൽ തന്നെ വളരെ ദുഃഖകരമായൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അഭിരാമിന് അന്ത്യവിശ്രമത്തിനുള്ള കുഴി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തങ്ങൾ വളർത്തി വലുതാക്കിയ 4 വയസ്സുകാരൻ നഷ്ടപ്പെട്ടെന്ന യാഥാർത്ഥ്യ ബോധം ഇതുവരെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാനായിട്ടില്ല. എന്തായാലും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ വലിയൊരു ജനാവലി അഭിരാമിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് മരിച്ച അഭിരാമിന്റെ സംസ്കാരം ഇന്നാണ്. നാടിന്റെ വലിയ വേദനയും നീറ്റിലുമായതാണ്. അതിപ്പോൾ ഇന്നാണ് സംസ്കാര ചടങ്ങുകൾ.